ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു നെയ്ച്ചോറ് വെക്കാനുള്ള റെസിപ്പി നോക്കിയാലോ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളത്തിനകത്ത് നമുക്ക് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. അത് തിളയ്ക്കാൻ വെച്ചു. അതിന് ശേഷം നമുക്ക് അതിനകത്ത് ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് ഒഴിച്ചു, പാകത്തിന് ഉപ്പിട്ടു. അപ്പോൾ അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടിയിനകത്ത് കുറച്ച് ഒരു വലിയ ഉള്ളി നന്നാക്കി നൈസാക്കിയിട്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്ച്ചോറിനകത്തേക്ക് നല്ല ആ ഒരു ഉള്ളിയും ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ബ്രൗൺ കളറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കവിടെ വറുത്ത് കോരി വെക്കാം. ഇതൊക്കെ ഈ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മുടെ റൈസ് കാണാൻ നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളറിനകത്തേക്ക് ഇത് മാറ്റുന്നത്. അപ്പോൾ അത് നമുക്കവിടെ കോരി വെക്കാം. അതിന് ശേഷം നമുക്കിത് നമ്മുടെ റൈസ് കണ്ടില്ലേ, പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് ആ വെള്ളം വറ്റി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഈ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഈ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് കൂടാതെ നമ്മൾ നെയ്യിനകത്തായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇട്ടു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. അപ്പം നെയ്യ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് പുതിയ ബോട്ടിൽ വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ഉള്ള നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമ്മൾ അതൊന്ന് മിക്സാക്കി, കണ്ടില്ലേ, അടിപൊളി